തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ചികിത്സാപീഠവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സൂപ്രണ്ട് ഇന്ന് DMOയ്ക്ക് കൈമാറിയേക്കും. കുട്ടിക്ക് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം കുടുംബം ആരോപിച്ചിരുന്നു. അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി ചിറയൻകീഴിൽ നിന്ന്. അഭിലാഷ്, കുടുംബത്തിന്റെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിനിടെ സൂപ്രണ്ട് ഇന്ന് DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. ഇന്നലെ വരെയും പറഞ്ഞത് ആശുപത്രിക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? തീർച്ചയായും ഈ പ്രതിഷേധങ്ങളുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ ഈ റിപ്പോർട്ട് DMOയ്ക്ക് കൈമാറുമെന്നാണ് ആദ്യഘട്ടത്തിൽ സൂപ്രണ്ട് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് റിപ്പോർട്ട് കൈമാറി എന്ന് അറിയിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും സൂപ്രണ്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. സൂപ്രണ്ടുമായി ബന്ധപ്പെടാൻ പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രിയെ തികച്ചും കുറ്റവിമുക്തമാക്കിക്കൊണ്ട രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് സൂപ്രണ്ട് DMOയ്ക്ക് കൈമാറിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം 2 തവണ രക്തപരിശോധന നടത്തിയെങ്കിലും വിഷത്തിന്റെ സാന്നിധ്യം കുട്ടിയുടെ രക്തത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചതനുസരിച്ചാണെങ്കിൽ കുട്ടി ആശുപത്രിയിൽ വെച്ച് തന്നെ കാഴ്ച മങ്ങുന്നു എന്ന് പറഞ്ഞിട്ടും അത് ഗൗരവമായി എടുത്തില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിച്ച സമയത്ത് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരാരും തന്നെ അവിടെ ചികിത്സയ്ക്കായി എത്തിയില്ല എന്നും ഒരു നഴ്സാണ് ഈ മുറിവ് ഉൾപ്പെടെയുള്ളത് പരിശോധിച്ചതെന്നും ഈ കുടുംബം ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് വളരെ രീതിയിലുള്ള പ്രതിഷേധം ഈ താലൂക്ക് ആശുപത്രിക്ക് നേരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വിവിധ സംഘടനകൾ, യുവജന സംഘടനകൾ ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഈ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് തേടിക്കൊണ്ട് DMO റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല, രക്തപരിശോധനയിൽ വിഷത്തിന്റെ സാന്നിധ്യം കുട്ടിയുടെ രക്തത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ സൂപ്രണ്ട് നൽകിയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. അഭിലാഷ്, എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുകയുള്ളൂ. കാരണം അവിടെ ആന്റിവെനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പാമ്പ് കടിച്ചതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൃത്യമായ ചികിത്സ ആ സമയം നൽകാതിരുന്നതെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൃത്യമായും ആ സമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലായിരിക്കുമോ നടപടികൾ ഉണ്ടാവുക? ആശുപത്രിക്ക് വീഴ്ച പറ്റിയെന്ന് ബോധ്യമായാൽ ഈ ആരോപണ വിധേയരായ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ, ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഇപ്പോൾ കുടുംബം മാത്രമല്ല, ഈ ഒരു പ്രദേശമൊട്ടാകെ ഉള്ള വിവിധ സംഘടനകളും നാട്ടുകാരും ഉൾപ്പെടെ ഈ ഒരു ആവശ്യം. കാരണം 8 വയസ്സുകാരന്റെ ജീവനാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. ഇത് ഒരുപക്ഷെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഈ ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒരു സുരക്ഷാ വീഴ്ച കൊണ്ടാണെങ്കിൽ, അവരുടെ ഒരു കരുതൽ കുറവ് കൊണ്ടാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ പാമ്പ് കടിയേറ്റു എന്ന് പറയുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബന്ധുക്കൾ സാധിച്ചിരുന്നു. കാരണം ആശുപത്രി വീടിന് വളരെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം അവിടെ ഏകദേശം 1 മണിക്കൂറിലേറെ പരിശോധനകൾ നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ സമയത്തൊന്നും ഈ വിഷം തീണ്ടിയത് ഇത് പാമ്പിൻ്റെതാണോ മറ്റേതെങ്കിലും ജീവികൾ കടിച്ചതാണോ എന്നുള്ളത് പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഗുരുതരമായ ഒരു ആരോപണമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിന് തെളിവോണമെന്നും പറയുന്നത് ബന്ധുക്കൾ പറയുന്നത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നൽകിയ റഫറൻസ് ലെറ്ററിൽ പാമ്പോ അല്ലെങ്കിൽ പഴുതാരയോ കടിച്ചതാണ് എന്ന രീതിയിലൊരു ലെറ്ററാണ് ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകിയതെന്ന് പറയുന്നുണ്ട്. ഈ ആശുപത്രി മെഡിക്കൽ കോളേജിലുള്ള യാത്രാ മധ്യേയാണ് 8 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതും വളരെ ഗുരുതരമായൊരു ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇത്രയും ആന്റിവെനം ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ കടിച്ചത് വിഷജന്തുവാണോ എന്നുള്ളത് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വീഴ്ചയായി തന്നെ ഇപ്പോൾ കുടുംബവും നാട്ടുകാരും എല്ലാം ആരോപിക്കുന്നത്. വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.